തമിഴ്നാട്ടിലേക്കാണ്. നമുക്കറിയാം മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഇന്നലെ ആദ്യമായിട്ട് അദ്ദേഹം ഒരു പൊതു റാലിയിൽ പങ്കെടുത്തിരുന്നു. തിരുച്ചിറപ്പള്ളിയിലാണ് ആ വലിയ റാലി സംഘടിപ്പിച്ചത്. അതിൻ്റെ അകത്ത് അദ്ദേഹം തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ ഒന്നാകെ അക്കമിട്ട് മറുപടി പറയുന്നുണ്ട്. ഒന്ന് അദ്ദേഹം തൻ്റെ കറുപ്പും വെള്ളയുമുള്ള സ്യൂട്ട് ധരിക്കുന്നതിനെതിരെ ഉയരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സർക്കാർ അധികാരമേറ്റാൽ 6 മാസത്തിന് ശേഷമേ ഞങ്ങൾ അവർക്കെതിരെ തിരികെയുള്ളൂ എന്ന് DMK നേതാവ് സ്റ്റാലിൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ വിജയ് അതിൽ വിശദീകരിക്കുന്നുണ്ട്. 6 മാസം എന്ന് പറഞ്ഞവർ ഞങ്ങൾ അധികാരത്തിൽ ഏറി 6 ദിവസമാകുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ DMK തമിഴ്നാട്ടിൽ തകരാനുള്ളൊരു കാരണം അവരുടെ ഈ കുടുംബ രാഷ്ട്രീയം തന്നെയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ അടുത്ത രാഷ്ട്രീയ പോര് TVKയും DMKയും തമ്മിൽ തന്നെ ആയിരിക്കുമെന്ന് കൂടിയിട്ട് വിജയ് അടിവരയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ കൂടിയിട്ട് അദ്ദേഹം ആ വേദിയിൽ നടത്തുകയുണ്ടായി. താൻ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പാലിക്കുകയും അതോടൊപ്പം തന്നെ യാതൊരുവിധ അഴിമതിക്ക് കൂടെ നിന്നു കൊടുക്കുന്ന ആളല്ല താനെന്ന് കൂടിയിട്ട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിലേക്കാണ് അജിംസ്, ഇന്നലത്തെ വിജയുടെ ആ പ്രസംഗം കണ്ടപ്പോൾ മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നുള്ള ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ദയയുമില്ലാതെ DMKനെയാണ് ആക്രമിക്കുന്നത്. സ്റ്റാലിൻ ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ കൂടി അദ്ദേഹം പരിഹസിക്കുക കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനൊക്കെ? അതിന് 2 ലെയേഴ്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ട് UDF ആളുകൾ വോട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും അത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്, KSRTC ആളുകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ടാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. സമാനമാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. തമിഴ്നാട്ടിൽ വിജയ് കുറേയധികം ഫ്രീ വീസ് പ്രഖ്യാപിച്ചിരുന്നു. സ്ത്രീകൾക്ക് 2500 വെച്ച് കൊടുക്കും, അങ്ങനത്തെ കുറേ സൗജന്യ ഗ്യാസ് സിലിണ്ടർ. ഇതൊന്നും കണ്ടിട്ടല്ല തമിഴന്മാർ വോട്ട് ചെയ്തത് വിജയ്ക്ക്. അവർ ഒരു ചേഞ്ച് ആഗ്രഹിച്ചിരുന്നു. ആ ചേഞ്ച് അത് തമിഴ് ജനതയുടെ മനസ്സിലുണ്ടായിരുന്നൊരു രാഷ്ട്രീയ ആസ്പിറേഷൻ്റെ കൂടി മാറ്റമാണ്. അത് സെൻസ് ചെയ്യാൻ DMKക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ തോറ്റു പോയത്. അവരത് സെൻസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ആ ലൈനൊന്ന് മാറ്റി പിടിച്ചേനെ. സ്ഥിരം പരമ്പരാഗതമായ ഒരു ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൻ്റെ ലൈനൊന്ന് മാറ്റി പിടിച്ചേനെ. ഇനി ആ വോട്ടുകൾ നേടണമെങ്കിൽ DMKയും മാറേണ്ടതുണ്ട്. DMK മാറുക തന്നെ ചെയ്യും. അപ്പോൾ വിജയ് ഇന്നലെ വന്നിട്ട് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം ഗവേണൻസിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നിലവിലുള്ള ഖജനാവിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ താൻ എങ്ങനെയാണ് താൻ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നത്, എന്ത് മാറ്റമാണ് താൻ ഗവേണൻസിൽ കൊണ്ടുവരാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ എങ്ങനെയാണോ പ്രസംഗിക്കുക അത് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇലക്ഷന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് റാലികളിൽ വിജയ് കുറേ കൂടി സ്ട്രക്ചേർഡായിട്ട് പ്രസംഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, നന്നായിട്ട് പ്രസംഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറം ഒന്നും പറയുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഒന്ന്, TVK ഇപ്പോൾ നിൽക്കുന്നത് പുറത്തു നിന്നുള്ള സപ്പോർട്ടോടുകൂടിയാണ്. ഇപ്പോൾ CPI, മുസ്ലിം ലീഗ്, അങ്ങനെയുള്ള VCK പോലുള്ള കക്ഷികൾ പുറത്തു നിന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊരു സർക്കാർ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദുർബലമാണ്. അവരിങ്ങനെ സ്റ്റേബിൾ ആയിരിക്കില്ല. കാരണം ഏത് സമയം അവർ പിന്തുണ പിൻവലിക്കാം. മറ്റൊന്ന്, പുറത്തു നിന്നുള്ള പിന്തുണ എന്ന് പറയുമ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ നേർക്ക് നേരെ ഓപ്പോസിറ്റ് പോരാടിയവരാണ്, പരസ്പരം മത്സരിച്ച ആളുകളാണ്. ഇപ്പോൾ ഇവരെല്ലാം മത്സരിച്ചവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു രാഷ്ട്രീയമായ ശക്തി ആ സർക്കാരിനുണ്ടാവില്ല. കാരണം ചില വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ എതിർത്ത വാദങ്ങളാണല്ലോ ഇത് എന്നും, അല്ലെങ്കിൽ നമ്മൾ അനുകൂലിച്ച വാദങ്ങളെയാണല്ലോ നമ്മളിപ്പോൾ എതിർക്കുന്നു എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് വരും. ഇപ്പോൾ വിജയ്ക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യം, ഇനി കുറച്ച് ഉപതെരഞ്ഞെടുപ്പ് വരും. എന്തായാലും വിജയ് മത്സരിച്ച് ഉപേക്ഷിച്ച സീറ്റുകളുണ്ട്, പെരമ്പൂർ പോലുള്ള സീറ്റുകളുണ്ട്. അങ്ങനെയുള്ള സീറ്റുകൾ എന്ത് വരും? ഉപതെരഞ്ഞെടുപ്പുകൾ വരും. ആ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ക്യാമ്പയിനാണെന്ന് നമ്മൾ അവിടെ കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത്. വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാനില്ലാത്തതുകൊണ്ടാണ്. ഇനി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുക, DMK തന്നെ എതിർക്കുക, ആ സീറ്റുകൾ കൂടി നേടുക, നമ്പർ തികയ്ക്കുക, ഏതെങ്കിലും വിധത്തിൽ നമ്പർ തികയ്ക്കുക എന്നുള്ളതാണ് അദ്ദേഹം നോക്കിയിരിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം പറയുക, ഗവേണൻസിനെ കുറിച്ച് പറയുന്നില്ല. ഇനി ഗവേണൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട് നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ട്, ചില ശക്തികളുണ്ട്. തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയുള്ള സ്റ്റേറ്റാണ്. ഏറ്റവും GSTP വെച്ച് നോക്കിയാലും മറ്റ് റവന്യൂ വരുമാനം എല്ലാം നോക്കിയാലും വലിയൊരു സംസ്ഥാനമാണ്. വലിയ സമ്പദ്ശക്തിയായ ഒരു സംസ്ഥാനമാണ്. റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സംസ്ഥാനമാണ്. അതേസമയം തന്നെ GST നടപ്പാക്കിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള, നമുക്കറിയാം, പളനിവേൽ ത്യാഗരാജും കേന്ദ്രവും തമ്മിലുള്ള പോരാട്ടം നമുക്ക് ഓർമ്മയുണ്ട്. ആ പ്രശ്നം, അതായത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം നേരിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, വിജയ് ഏറ്റെടുക്കുന്ന തമിഴ്നാട് ഖജനാവ് എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമുള്ള ഖജനാവാണ്. അതിൻ്റെ ഒരു സഞ്ചിത കടം, അതായത് ടോട്ടൽ ഡെറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ 10 ലക്ഷം കോടി രൂപയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഉത്തർപ്രദേശിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും കടമുള്ളൊരു സംസ്ഥാനം. കടമുണ്ട് എന്ന് കരുതിയ ഒരു മോശം സാമ്പത്തിക ഘടനയാണെന്ന് പറയാൻ കഴിയില്ല. കടം വാങ്ങുന്നത് പ്രൊജക്റ്റ് നടപ്പാക്കാൻ വേണ്ടിയാണ്. ഈ സെയിം തിയറി തോമസ് ഐസക്കും പറയാറുണ്ട്. കടം വാങ്ങലൊരു മോശം പ്രവണതയല്ല, കടം വാങ്ങി നിങ്ങൾ ആ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ DMK സർക്കാരിനെ സംബന്ധിച്ച് DMK വെൽഫെയർ മെഷേഴ്സ് വളരെ കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ തമിഴ്നാട് വളരെ മുന്നിലാണ്.
നാഷണൽ ആവറേജിനേക്കാൾ മുന്നിലാണ് പല കാര്യങ്ങളിലും തമിഴ്നാടുള്ളത്. തമിഴ്നാട് ഏത് സ്ഥലത്തു നിന്നാണ് ആ മുന്നേറ്റ നിലയിലേക്ക് വന്നതെന്ന് ആലോചിക്കുക. കഴിഞ്ഞ് 10, 30, 40 വർഷം കൊണ്ട് തമിഴ്നാട് വലിയ തോതിൽ അർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിലാണെങ്കിലും സാക്ഷരതയുടെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ആ കടം വാങ്ങിയത്. അത് DMK മാത്രം വാങ്ങിച്ച കടമല്ല, മുമ്പുള്ള സർക്കാരുകൾ വാങ്ങിച്ച കടമാണ്. DMKയും കടം വാങ്ങിയിട്ടുള്ളത് ശരിയാണ്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്ത, പരിചയസമ്പന്നരില്ലാത്ത ഒരു മന്ത്രിസഭയാണ് വിജയുടെ മുമ്പിലുള്ളത്. അവർക്ക് ഇത് ടാക്കിൾ ചെയ്യണം. ഒരു വശത്ത് കേന്ദ്ര ഉപരോധത്തെ മറികടക്കണം, മറുവശത്ത് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടും കടം നിയന്ത്രിച്ചുകൊണ്ടും ഈ പറയുന്ന വരവും ചെലവും തമ്മിലുള്ള ഗ്യാപ്പ് കൂടാതെ നോക്കിക്കൊണ്ടും ഈ പ്രഖ്യാപിക്കപ്പെട്ട വെൽഫെയർ മെഷേഴ്സ് നടപ്പാക്കണം. അതിനപ്പുറം DMK ചെയ്യുന്നതിനപ്പുറം DMK ഔട്ട്ഷൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഗവേണൻസ് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ വിജയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. വെറുതെ രാഷ്ട്രീയ പ്രസംഗം കൊണ്ട് ഈ വോട്ട് ചെയ്ത ആളുകളെ എക്കാലവും പ്രീതിപ്പെടുത്തി സന്തോഷപ്പെടുത്തി നിർത്താൻ കഴിയില്ല. ഇപ്പോൾ ഇന്നലെ വലിയ തോതിൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ജനപ്രീതി കുറയുന്നില്ല. അത് എവിടെ പോയാലും ജനം കൂടുന്നുണ്ട്. പക്ഷേ അത് ഗവേണൻസിൽ പ്രതിഫലിക്കണമെങ്കിൽ കുറേ കൂടി പരിചയസമ്പന്നരായ ആളുകൾ, ഒരുപക്ഷെ അത് മന്ത്രിസഭയിൽ പരിചയസമ്പന്നില്ല എന്ന് കരുതി കുഴപ്പമില്ല, പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരിലൂടെയാണെങ്കിലും അത് കൊണ്ടുവരാൻ വിജയിക്ക് കഴിയണം. പക്ഷേ വിജയുടെ ഇപ്പോഴുള്ള അടിയന്തര ലക്ഷ്യം ഗവേണൻസിൽ എന്തെങ്കിലും മാജിക് കാണിക്കുക എന്നുള്ളതല്ല. അതേയല്ല, അദ്ദേഹത്തിന് നമ്പർ തയ്ക്കണം, ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഇന്നലത്തെ പ്രസംഗത്തിന് എനിക്ക് തോന്നുന്നു. യെസ്, നിഷാദ്, ഈ വിജയുടെ പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ കയ്യടിക്ക് വേണ്ടിയിട്ടുള്ള പറച്ചിലായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, ഞാൻ തമിഴ് ജനതയുടെ സേവകനാണെന്നാണ് പറയുന്നത് അദ്ദേഹം. അതോടൊപ്പം തന്നെ വേറൊന്ന് അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്ന കറുപ്പും വെളുപ്പിനെ കുറിച്ചിട്ടുള്ള രാഷ്ട്രീയ കറുപ്പ് ഞാൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, മറ്റു നിറങ്ങളല്ല, ഞാൻ ഈ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ മനസ്സ് പോലെയുള്ളതാണ്. ഇങ്ങനെ ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഡയലോഗുകൾ വാരി വിതറിയുള്ള അതെന്താ സംഭവം എന്നറിയാം. ഇപ്പോൾ ഇവരുടെ ഈ ഓഡിയോ ലോഞ്ചുകൾ സുകേഷ് കണ്ടുണ്ടോ? ഓഡിയോ ലോഞ്ചുകൾ എന്ന് വെച്ചാൽ ഇവരുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു വേദിയാണ്. അത് രജനീകാന്ത് ആയാലും വിജയ് ആയാലും എല്ലാവരും വന്നിട്ട് പ്രസംഗിക്കും. അതിനകത്ത് ഈ പറഞ്ഞ കോട്സുകൾ ഉപയോഗിക്കും, ഭയങ്കര തീപ്പൊരി ചില പ്രയോഗങ്ങൾ, അവയെല്ലാം വെൽ സ്ക്രിപ്റ്റഡ് ആണ്. എന്നിട്ട് ആണ് അവർ പ്രസംഗിക്കുക. അതിൻ്റെ സമാനമായൊരു മൂഡിലാണ് അദ്ദേഹം എല്ലായിടത്തും പ്രസംഗിക്കുക. അദ്ദേഹം എന്ത് പ്രസംഗിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ സംസാരിക്കണം, DMK എങ്ങനെ ആക്രമിക്കണം, എല്ലാം സ്ക്രിപ്റ്റഡാണ്. ഇപ്പോഴുമാണ്, കഴിഞ്ഞ ദിവസത്തേതുമാണ്. അദ്ദേഹം സ്ക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മോഹൻലാലോ അല്ലെങ്കിൽ പിണറായി വിജയനൊക്കെ പല പരിപാടികളിലും അവർ നോക്കിയൊക്കെ വായിക്കാറുണ്ട്. ബട്ട് അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം കാണാതെ പഠിച്ച് പറയാൻ നല്ല ശേഷിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നമുക്ക് ആ ഓർമ്മയുണ്ടല്ലോ, അതിൽ അദ്ദേഹം കംപ്ലീറ്റ് സംഗതി കാണാതെ പഠിച്ചാണ് പറഞ്ഞത്. അത്രയും അദ്ദേഹത്തിന് ആ ശേഷിയുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പോയിന്റുകൾ ഓർത്തെടുത്ത് ആ നിലയ്ക്ക് ഒച്ചത്തിൽ പ്രസംഗിക്കാൻ പഠിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മുമ്പിൽ യഥാർത്ഥ വെല്ലുവിളി അദ്ദേഹം ഇപ്പോഴും ടച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ആഗ്രഹിച്ചത് കേവലമായിട്ടുള്ള ഒരു ചേഞ്ച് എന്നല്ല, ഒരു മുഖം മാറട്ടെ എന്ന് മാത്രമല്ല, ഭരണത്തിൻ്റെ സംസ്കാരത്തിലും ഭരണത്തിൻ്റെ സമീപനത്തിലും അപ്രോച്ചിലുമെല്ലാം ഒരു മാറ്റം വേണമെന്ന് ജനം ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള സ്വീകാര്യത കിട്ടുന്നതാണ് ഈ ഫ്രീബീസ് പരിപാടികൾ. അതായത് 8 ഗ്രാം സ്വർണവും പിന്നെന്താണ് പട്ടുസാരിയും എല്ലാ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്കും കൊടുക്കും. ജനിച്ചു വരുന്ന കുഞ്ഞിനെ ഒരു ചെറിയ മോതിരവും വെൽക്കം കിറ്റും കൊടുക്കും. 200 യൂണിറ്റ് വൈദ്യുതി യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയി കൊടുക്കും. കുടുംബ തലൈവികൾക്ക്, സ്ത്രീകളാണെങ്കിൽ അവർക്ക് 2500 രൂപ എല്ലാ മാസവും കൊടുക്കും. ചെറിയ പരിപാടിയാണോ? അത് ഭയങ്കരമായ ആളുകളിൽ സ്വീകാര്യത ഉണ്ടാക്കിയതാണ്. ഇപ്പം യുവാക്കളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടവർക്ക് ഭയങ്കരമായ ഓഫറുകളുണ്ട്. ഈ ഓഫറൊക്കെ ഞാൻ തരും. എങ്ങനെയാണ്? ഖജനാവിൽ പൈസയുണ്ട്, ഫ്രീ അല്ല. സ്റ്റാലിൻ തരുന്നതും ഫ്രീ അല്ല, നമ്മുടെ പൈസയാണ്. നമ്മുടെ പൈസ ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് തരുമെന്ന്. അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇദ്ദേഹം അവിടെ ചെല്ലുന്നു, നമ്മുടെ പൈസ എടുത്ത് നമുക്ക് തരുമെന്നുള്ളതാണ്. അതിൽ തൊടാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ വിജയുടെ ഭരണകാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഉണ്ടാക്കിയിരുന്ന റീലുകൾ, ആവേശം എന്നിവ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റില്ല. ആ ഹൈ കുറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. സോ വിജയുടെ മുമ്പിൽ വലിയ വെല്ലുവിളികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ തമിഴ്നാട് സർക്കാരിനോട് ഇടപെടാൻ പോകുന്നത്, അതിനെ അദ്ദേഹം നേരിടാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? നേരിടുക എന്ന് വെച്ചാൽ 2 ഭാഷയുണ്ട്. ഒന്ന് കോംപ്രമൈസ് എടുക്കാം, 2 പോരാടാം. പോരാടുന്നതിന് വേണ്ടത് ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ വില്ലും അതിനുവേണ്ട ഒരു പരിസരമാണ്. അത് വിജയ് എന്തുമാത്രം ആർജിച്ചു എന്നുള്ള സംശയം തുടക്കം മുതലുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഏതോ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒരു കോടതി നിരോധിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നിലപാടെടുക്കാം. TVK ഇതുവരെ ഒരു പൊസിഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, 90 ലക്ഷത്തിലധികം കന്നുകാലികളുള്ള രാജ്യത്തെ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷനിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ തമിഴ്നാട്ടിൽ അവിടെ കാലികളെ വളർത്തുക എന്ന് വെച്ചാൽ പിന്നെ അതിനെ കശാപ്പ് ചെയ്യാൻ കൊടുക്കണമല്ലോ. പറ്റില്ല എന്ന് പറഞ്ഞൊരു വിധി ഒരു കോടതി, മദ്രാസ് ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാന സർക്കാരിനും അതിനെ നയിക്കുന്ന പാർട്ടിക്ക് ഒരു നിലപാടില്ല. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയം, ദ്രവീഡിയൻ പൊളിറ്റിക്സ്. ദ്രവീഡിയൻ പാർട്ടികളുടെ എല്ലാം നയനിലപാട് കന്നുകാലി ഗോവധ നിരോധനം എന്ന് പറയുന്നത് പാടില്ല എന്ന അഭിപ്രായമുള്ളവരാണ്. ഇദ്ദേഹം ദ്രവീഡിയൻ പാർട്ടിയാണെന്ന് പറയുന്നു.
അത് PR ഏജൻസി എഴുതിയതാണ്. ഇദ്ദേഹത്തിന് അറിയില്ല അത്. അപ്പോൾ അതാണ് നിലപാടില്ലായ്മയുടെ പ്രശ്നം. ഈ ഗോവധ നിരോധനം കൊണ്ടുവരുന്നതിനാണ് അത് സംഘിൻ്റെ ഒരു ഗ്രാൻഡ് പരിപാടിയാണ്, ഡിസൈനാണ്. അപ്പോൾ അതും മനസ്സിലാക്കണ്ടേ. ഈ വരുന്നത് തമിഴ്നാടിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമിയേക്ക് അപകടമായിട്ടുള്ള പരിപാടിയാണ് എന്നത് സെൻസ് ചെയ്യുക, അതിന് നിലപാട് പറയാം. അപ്പോൾ ഈ നമ്മുടെ നിലപാട് എന്താണെന്നും അറിയില്ല, വരുന്ന പണി എന്താണെന്നും അറിയില്ല പോലുള്ള കുഴപ്പങ്ങൾ അവിടെ കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേത് ഈ ഇപ്പോഴത്തെ DMK ഞങ്ങൾ തോറ്റുപോയി എന്നും നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും നമുക്ക് എവിടെയാണ് പാളിയെന്നും നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഉടൻപിറപ്പുകൾ.com എന്ന് പറയുന്ന സൈറ്റ് പുറത്തിറക്കിയത്. എന്നിട്ട് ആൾക്കാരോട് പറയാണ്, ഉടൻപിറപ്പുകളെ ഞങ്ങൾ ചെയ്ത് തെറ്റെന്നാണ്, ഞങ്ങളോട് പറ. ആൾക്കാർക്ക് പറയാൻ ഇപ്പോൾ അവർ തമിഴന്മാരുടെ എല്ലാ പ്രശ്നങ്ങളെയും മനസ്സിലാക്കിയിട്ടാണ്. നിങ്ങൾക്ക് വേണം ഇത് ഓണാക്കിയിട്ട് പറഞ്ഞാൽ മതി, അത് റെക്കോർഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫി വീഡിയോ ഇടാം. എല്ലാ ഓപ്ഷനും ഉള്ള ഒരു പ്രീമിയം വെബ്സൈറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ സ്റ്റാലിൻ പറഞ്ഞു 4.5 ലക്ഷം ആളുകൾ ഓൾറെഡി അതിനകത്ത് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് മറുപടി പറയും നമ്മുടെ പാർട്ടി എങ്ങനെയാണ് മാറ്റി പണിയേണ്ടത് എന്ന കാര്യത്തിൽ. കഴിഞ്ഞ ദിവസം അവർ ലോക്കലി എല്ലായിടത്തും ജെൻസി മീറ്റുകൾ സംഘടിപ്പിക്കുകയാണ് DMKയുടെ. അവർക്ക് മനസ്സിലായി ചെറുപ്പക്കാർ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഈ സമീപകാലത്ത് നമ്മൾ കണ്ട ഒരു പരാജയത്തിൻ്റെ പിറ്റേന്ന് രാവിലെ CPM ഒക്കെ ഇപ്പോഴും ജൂൺ 6-ന് 7-ന് അവരുടെ കമ്മിറ്റി വിടാൻ പോകുന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ തോറ്റതിന് സമ്മതിക്കുകയും അതിൻ്റെ കറക്ഷൻ പരിപാടികൾ DMK ആരംഭിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ സംഘടനയെ തളരാതെ നിലനിർത്തുന്നു, വളരെ നിശിതമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നു, രാജ്യത്താകമാനമുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിനോടെല്ലാം അവർ ഇടപെടുകയും എൻഗേജ് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു, സംഘടനയെ എങ്ങനെയാണ് മാറ്റിപ്പണിയേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. സോ വിജയെ സംബന്ധിച്ച് അതുകൊണ്ട് വിജയ് പറഞ്ഞതാണ്, തകർന്നുപോയ ഒരു സംഘമാണ് ഈ DMK. ഇനി അവർ തീർന്നു കഴിഞ്ഞു, അവർ നമ്മൾ തമ്മിൽ പോരാട്ടെങ്കിലും ഇനി അവർ വരാൻ പോകുന്നില്ല, അവർ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നില്ല. തീർന്നു എന്ന് കാരണം പരാജയം എന്താണെന്നും പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്നും ശരിയാവണ്ണം മനസ്സിലാക്കി പഠിച്ചാൽ ആർക്കും തിരിച്ചു വരാം. അത് വരാവുന്നേ ഉള്ളൂ, CPM-നും വരേണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഈ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുടെ നടുവിലാണ് വിജയ് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിജയ് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ഉറ്റു നോക്കണം. അദ്ദേഹത്തിൻ്റെ ശരിയാണ് അജിംസ് പറഞ്ഞ പോലെ നമ്പർ എങ്കിലും കംഫർട്ടബിൾ നമ്പർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരിക്കും ആദ്യം. എന്നാലും 60,000 കോടി രൂപ ആവശ്യമുള്ള ഫ്രീ ബീസാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് മാത്രമുള്ള സമ്പത്ത് ഇപ്പോൾ അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം നടപ്പിലാക്കണം. 1 ലക്ഷം കോടി വേണം, പൈസ വേണം. 1 ലക്ഷം കോടി രൂപ ഒരു വർഷം വേണം. അത് എവിടെ നിന്നുണ്ടാക്കും? 10 ലക്ഷത്തിലധികം കോടി രൂപ കടമുള്ള ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊന്നും അങ്ങനത്തെ ധാരണയില്ലാത്ത ആൾക്കാരാണ് അതിൻ്റെ സർക്കാരിനകത്ത് കൂടുതലുള്ള ആളുകൾ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും വിജയെ ആളുകൾ കാണുന്നത്, നമ്മൾ തമിഴന്മാരുടെ ഈ വിജയെ തീരുമാനിക്കാനുള്ള വൈകാരികമായ തീരുമാനത്തെ കാണുമ്പോഴേ പിണറായി വിജയനും VD സതീശനും ജനങ്ങൾ ചിലപ്പോൾ കുറച്ച് സമയം കൊടുക്കും. വിജയ്ക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം 2.5 മണിക്കൂർ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ആളാണ്. ആ ഒരു ഇമാജിനേഷൻ ആളുകളുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം കൈയടിക്കുന്ന അണ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആയിരുന്നു, അദ്ദേഹം പ്രസംഗം എപ്പോഴും ഞാൻ വിജയ് വരുகிறேൻ, ഞാൻ തന്നന്തനിയാൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റായ പാട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ്, നിങ്ങൾ വിജയുടെ പേര് പറ, വിജയ് നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ വിജയ് അത് ഉങ്ക വിജയ് എന്നുള്ള പാട്ടാണ് ഏറ്റവും ട്രെൻഡിങ് ആയ പാട്ടുകളിലൊന്ന്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പരിഹരിക്കണം. അദ്ദേഹം പറയണം ഒരു 5.5 വർഷം ടൈം എടുത്തേക്കും ചിലപ്പോൾ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന ആൾക്കാർ പറയില്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള പലതരം ചലഞ്ചസ് വിജയുടെ മുമ്പിലുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രസംഗമൊക്കെ അദ്ദേഹം ഇനിയും തുടരുമായിരിക്കും. പക്ഷേ പ്രസംഗം കഴിഞ്ഞിട്ട് ആളുകൾ പ്രവൃത്തിയിലേക്ക് നോക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം അങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. അതെ, നേരത്തെ പറഞ്ഞതിലൊരു പിഴവുണ്ട്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റാണ് വിജയ് രാജിവെച്ചിരിക്കുന്നത്, അവിടെയാണ് ശരിക്കും. എന്തായാലും വിജയ്ക്ക് മുമ്പിൽ വലിയ വെല്ലുവിളികൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് ആ പാർട്ടിയുടെ കൂടിയിട്ട് രാഷ്ട്രീയ ഭാവി നിലനിൽക്കുന്നത്.